നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദുരന്ത നിവാരണ പദ്ധതികൾക്കൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികളും നടപ്പാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് ജില്ലയിൽ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ കണക്കെടുപ്പ് നടത്തി എത്രയും വേഗം പരിഹാര നടപടിയുണ്ടാകണമെന്ന ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. പാലക്കാട്ട് ജില്ലാതല അവലോകന യോഗം. കേരളത്തിലെ ക്ഷീരമേഖല ഗുണനിലവാരത്തിലും സേവനകാര്യത്തിലും രാജ്യത്ത് മുൻപന്തിയിലെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. ക്ഷീരോത്പാദന രംഗത്ത് കേരളത്തെ സ്വയം പര്യാപ്തമാക്കുക സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. പാലക്കാട് ജില്ലയിൽ ക്ഷീരസദനം പദ്ധതിക്ക് തുടക്കം. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ വെച്ച് തമിഴ്നാട് സ്വദേശിക്ക് നേരെയുണ്ടായ വധശ്രമം കൊട്ടേഷൻ എന്ന പോലീസ്. കേസിൽ 5 പേരെ കോയമ്പത്തൂരിൽ നിന്ന് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് ചിലർ പ്രതികൾക്ക് കൊട്ടേഷൻ നൽകിയത് തമിഴ്നാട് സ്വദേശി പത്മനാഭനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ജൂലൈ 11-ന്. പട്ടാമ്പി പാലം ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്ന് UDF. പ്രശ്നത്തിൽ നിന്ന് പട്ടാമ്പി MLA ഒളിച്ചോടുന്നതായി ആക്ഷേപം. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലം പരിസരത്ത് പ്രതിഷേധ സംഗമം. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിൽ ദുരന്തങ്ങളുടെ കണക്കെടുപ്പ് നടത്തി എത്രയും വേഗം പരിഹാര നടപടിയുണ്ടാകണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ദുരന്ത നിവാരണ പദ്ധതികൾക്കൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികളും നടപ്പാക്കണമെന്ന് ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു ജില്ലാതല അവലോകന യോഗം. അപ്രതീക്ഷിതമായ അതിവർഷത്തിൽ പ്രതീക്ഷിക്കാത്ത ദുരന്തമാണ് പാലക്കാട് ജില്ലയിലുണ്ടായതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായി 52 ക്യാമ്പുകൾ ആരംഭിച്ചു. നിരവധി പാലങ്ങളും റോഡുകളും അപകടാവസ്ഥയിലാണ്. KSEBക്ക് കനത്ത നാശനഷ്ടമുണ്ടായി. കാർഷിക രംഗത്തും മഴ കനത്ത നാശം വിതച്ചു. വീട് നഷ്ടമായവർക്ക് മുൻഗണനയിൽ വീട് നൽകും. ഓരോ നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കെടുപ്പ് നടത്തി എത്രയും വേഗം പരിഹാരം കണ്ടെത്തും. സ്ഥിരമായി ഭീതിയുണ്ടാക്കുന്ന പ്രദേശങ്ങൾ, പുഴയോരങ്ങൾ, മലയോര മേഖല എന്നിവ കണ്ടെത്തി പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മന്ത്രി MB രാജേഷ് ഓൺലൈനിലൂടെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. MLAമാരായ KD പ്രസേനൻ, K ബാബു, P മമ്മിക്കുട്ടി, മുഹമ്മദ് മോഹസിൻ, PP സുമോദ് എന്നിവർ മണ്ഡലങ്ങളിലെ നാശനഷ്ടം വിശദീകരിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, SP ആനന്ദ് IPS, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ തമിഴ്നാട് സ്വദേശിക്ക് നേരെയുണ്ടായ വധശ്രമം കൊട്ടേഷനെന്ന് പോലീസ്. കേസിൽ 5 പേരെ കോയമ്പത്തൂരിൽ നിന്ന് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ജൂലൈ 11-ന് തമിഴ്നാട് സ്വദേശി 41 വയസ്സുള്ള പത്മനാഭനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കോയമ്പത്തൂർ കോവൈ പുത്തൂർ ദോതറയൻ കോവിൽ വീഥി മഹാലക്ഷ്മി നഗർ സൽമാൻ ഖാൻ 34 വയസ്സ്, ഇയാളുടെ സഹോദരൻ ഷാരൂഖ് ഖാൻ 21 വയസ്സ്, കോയമ്പത്തൂർ കരിമ്പുകട ചേരൻ നഗർ മുഹമ്മദ് നാസർ 36 വയസ്സ്, കോയമ്പത്തൂർ ശംഖ് നഗർ ഫസ്റ്റ് സ്ട്രീറ്റ് കരിമ്പ കട ഫാത്തിമ മൻസിൽ മുഹമ്മദ് റഹസിയ രാജ് 22 വയസ്സ്, കോയമ്പത്തൂർ വെല്ലൂർ റോഡ് മഹാലിംഗപുരം CRPF ക്യാമ്പ് ബിൽഡിംഗ് സയ്യിദ് അസറുദ്ദീൻ 22 വയസ്സ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 11-നാണ് കേസിനാസ്പദമായ സംഭവം. തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിലെ പത്മനാഭനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് പത്മനാഭനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ നൽകിയ കൊട്ടേഷനാണ് ഇതെന്ന് പോലീസ് കണ്ടെത്തി. മുഹമ്മദ് നാസറിനാണ് കൊട്ടേഷൻ നൽകിയത്. 15 ലക്ഷത്തിനാണ് കൊട്ടേഷൻ. ആദ്യ തുകയായി 30,000 രൂപയും നാസറിന് ലഭിച്ചു. ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്നതുൾപ്പെടെയുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, മുഹമ്മദ് നാസർ എന്നീ പ്രതികളാണ് ജൂലൈ 11-ന് നടന്ന കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ജൂലൈ 4-ന് പത്മനാഭനെ കൊല്ലാൻ ശ്രമം നടത്തിയിരുന്നു. അതിൽ പങ്കെടുത്ത പ്രതികളാണ് റഹസിയ രാജ്, സയ്യിദ് അസറുദ്ദീൻ എന്നിവർ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലും ഇവരെ കണ്ട് സംശയം തോന്നിയ പത്മനാഭൻ അന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് 11-ന് ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ പത്മനാഭനെ 3 പേർ ചേർന്ന് ആക്രമിച്ചത്. കഴുത്തിലും തലയിലും മുതുകിലുമാണ് പത്മനാഭന് വെട്ടേറ്റത്. ഗൂഢാലോചനയിലും റഹസിയ രാജ്, സയ്യിദ് അസറുദ്ദീൻ എന്നിവർ പങ്കാളികളാണ്. പത്മനാഭനെ കൊലപ്പെടുത്താനുള്ള കൊട്ടേഷൻ തന്നെയായിരുന്നു ഇതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ,
ഒറ്റപ്പാലം. രാജ്യത്തെ ക്ഷീരവ്യവസായത്തെ നിരീക്ഷിച്ചാൽ കേരളത്തിലെ ക്ഷീരസംഘ കൂട്ടായ്മ ഗുണനിലവാരത്തിലും സേവനത്തിലും മുൻപന്തിയിലാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. പാലക്കാട്ട് ക്ഷീരസദനം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും സ്വയം പര്യാപ്തതയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ ക്ഷീരവ്യവസായത്തെ നിരീക്ഷിച്ചാൽ കേരളത്തിലെ ക്ഷീരസംഘ കൂട്ടായ്മ ഗുണനിലവാരത്തിലും സേവനത്തിലും മുൻപന്തിയിലാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 3 പതിറ്റാണ്ട് കാലത്തിലധികം പരിചയസമ്പത്തുമായാണ് കേരളത്തിലെ മിൽമ തല ഉയർത്തി നിൽക്കുന്നത്. ക്ഷീരകർഷകർക്ക് ഓരോ കാലത്തും വില ഉയർത്തി നൽകുക മാത്രമല്ല, സബ്സിഡിയും നൽകുന്നുണ്ട്. പശുക്കൾക്കുള്ള പോഷകം, തീറ്റപ്പുൽ, വൈക്കോൽ എന്നിവയ്ക്കൊപ്പം ആയുർവേദ ചികിത്സാ പദ്ധതിയും ആരംഭിച്ചു. മിക്ക ക്ഷീരസംഘങ്ങളും സ്വയം പര്യാപ്തതയ്ക്കായി പലവിധ സംരംഭങ്ങൾ ആരംഭിച്ചു. ക്ഷീരകർഷകരുടെ പെൺമക്കൾക്കായി വിവാഹ ധനസഹായം, പഠനസഹായം, ചികിത്സാ പദ്ധതി എന്നിവയെല്ലാം മിൽമയുടെ മികച്ച സേവന പ്രവർത്തനമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്ഷീരകർഷകർക്കായുള്ള ക്ഷീരസദനം പദ്ധതി മാതൃകാപരമാണ്. പശുവളർത്തൽ മേഖലയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കാനുള്ള ശ്രമത്തിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അങ്ങനെ ഈ മേഖലയിൽ ക്ഷീരസഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പാലുൽപാദനത്തിൽ, അത് സംഭരിക്കുന്ന രംഗത്ത്, വിതരണത്തിൻ്റെ രംഗത്ത്, അതുപോലെ ഡയറിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഓഡിറ്റ് സംവിധാനങ്ങളിൽ എല്ലാം ആരോഗ്യമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള നിയമ ഭേദഗതികളായിരുന്നു ഞാൻ ആദ്യമായി കേരള നിയമസഭയിൽ കൊണ്ടുവന്ന ബില്ല്. അത് പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ട് അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു. രണ്ടാമത്, സഹകരണ മേഖലയുടെ ഫങ്ഷൻ രജിസ്ട്രാർമാരുടെ കീഴിലാണ് സഹകരണ സംഘങ്ങൾ, ക്ഷീര സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുക. ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്ത് 29,000-ഓളം സഹകരണ സംഘങ്ങൾ നമ്മുടെ രജിസ്ട്രാറുടെ കീഴിലും ഫങ്ഷൻ രജിസ്ട്രാറുടെ കീഴിലുമായി പ്രവർത്തിക്കുന്നു. മലബാർ മേഖല ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ കെ.എസ്. മണി അധ്യക്ഷത വഹിച്ചു. വി.കെ. ശ്രീകണ്ഠൻ MP, ജോയിന്റ് ഡയറക്ടർ സനില ഉണ്ണികൃഷ്ണൻ, ഡെപ്യൂട്ടി ഡയറക്ടർ N. ബിന്ദു, മുൻ MLA സത്യൻ മൊകേരി, ഡയറക്ടർമാരായ വി. ബാലചന്ദ്രൻ, പി. ശ്രീനിവാസൻ, പി. നാരായണൻ, കെ. അനിത, കെ. ചെന്താമര, S. സനോജ്, ടി. ഉസ്മാൻ, കെ. സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി പാലം ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്ന് UDF. ആവശ്യമുന്നയിച്ച് UDF മുനിസിപ്പൽ കമ്മിറ്റി പാലത്തിന് സമീപം പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അധികൃതരുടെ നിസ്സംഗത അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഭവനിൽ നിന്ന് UDF പ്രവർത്തകർ പാലത്തിലേക്ക് മാർച്ച് നടത്തി. പാലത്തിന്റെ പരിശോധന ഇതുവരെ നടന്നിട്ടില്ല. യാത്ര ദുഷ്കരമായ സാഹചര്യത്തിൽ പാലം ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്നും അധികൃതരുടെ നിസ്സംഗ മനോഭാവം വെടിയണമെന്നും UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. DCC എക്സിക്യൂട്ടീവ് അംഗം KR നാരായണസ്വാമി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ ഉണ്ടായിട്ടുള്ള സംജാതമായിട്ടുള്ള പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പട്ടാമ്പി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച് കിടക്കുകയാണ്. ഒരു ദുരന്ത ഭൂമി പോലെ പട്ടാമ്പിയിലെ കടകൾ തുറക്കാൻ പറ്റാതെ, പട്ടാമ്പിയിലെ ആളുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ് ഇന്ന് പട്ടാമ്പിയുടെ ദുർഘട അവസ്ഥ എന്നുള്ളിടത്താണ് ഐക്യജനാധിപത്യ മുന്നണി 6ാം ദിവസമായിട്ടും പാലത്തിലൂടെ അതിന്റെ ബലപരിശോധന നടത്താൻ കഴിയാത്ത അധികാരവർത്തികളുടെ നിഷ്ക്രിയതയെ ചോദ്യം ചെയ്യുന്നതിനാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്താണ് അവസ്ഥ? നഗരസഭ എന്നൊന്നുണ്ടോ? നഗരസഭയിൽ ഒരു ചെയർമാൻ ഉണ്ടോ? നഗരസഭയിൽ മറ്റംഗങ്ങളുണ്ടോ? നഗരസഭ അവിടെ ഉറക്കം തൂങ്ങിക്കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. CA റാസി അധ്യക്ഷത വഹിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി, ഉമ്മർ കിഴായൂർ, KPA റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭാരതപ്പുഴയിലെ പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിന് സമീപത്തെ കടവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനും അതിഥി തൊഴിലാളിയുമായ അന്താനുഷ് എക്കയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30 മീൻപിടുത്തക്കാരാണ് പുതുശ്ശേരി കടവിൽ മൃതദേഹം കണ്ടത്. ട്രെയിനിൽ നിന്ന് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുതുരുത്തി ഭാഗത്ത് മീൻ പിടിക്കാൻ വല വീശിക്കൊണ്ടിരുന്നവർ മൃതദേഹം ഭാരതപ്പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടിരുന്നു.
ഇവർ വല വീശിയെങ്കിലും ശക്തമായ ഒഴുക്കിനെ തുടർന്ന് മൃതദേഹം വലയിൽ കുടുങ്ങിയില്ല. തുടർന്ന് ചെറുതുരുത്തി പോലീസിൽ വിവരമറിയിച്ചു. പോലീസും ജനപ്രതിനിധികളും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി ബോട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ ഭാഗത്ത് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 കിലോമീറ്റർ അകലെ പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിന് സമീപം വെച്ച് വൈകിട്ട് 6:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. യുവാവിനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നത് ഏറെ നേരം പ്രതിസന്ധിയായി. ഫോൺ ഉണ്ടായിരുന്നെങ്കിലും ഇത് പ്രവർത്തിച്ചിരുന്നില്ല. തിരിച്ചറിയൽ കാർഡിൽ നിന്നാണ് പേരും അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നതും വ്യക്തമായത്. മൃതദേഹം ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ കരയ്ക്കെത്തിച്ച് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊപ്പം പഞ്ചായത്തിലെ മണ്ണാരച്ചൂട്ടി പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്തൃ സംഗമം നടത്തി. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കൊപ്പം പഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെട്ട മണ്ണാരച്ചൂട്ടിയിലെ 8 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട മണ്ണാരച്ചൂട്ടി പ്രദേശത്ത് സംഘടിപ്പിച്ച ഗുണഭോക്തൃ സംഗമം മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ക്രയവിക്രയങ്ങളാണെങ്കിലും മറ്റുള്ള ഡെവലപ്മെൻ്റ് ആണെങ്കിലും നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് മാറ്റം വന്നിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം മാത്രം ഈ കഴിഞ്ഞ 8 വർഷം അല്ലെങ്കിൽ 7.5 വർഷം കൊണ്ട് 1218 ജൂലൈ 31 വരെ നോക്കിക്കഴിഞ്ഞാൽ പട്ടാമ്പി മണ്ഡലത്തിൽ മാത്രം 1218 പട്ടയങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല നമുക്കറിയാം 4 സെന്റ് കോളനി അടക്കമുള്ള മറ്റു വിവിധങ്ങളായ പട്ടയങ്ങൾ അർഹരായ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ അത് വിതരണം ചെയ്തിട്ടുണ്ട്. സംഗമത്തിൽ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം വേലായുധൻ, സോമൻ, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ട്രാഫിക് നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് T. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ട്രാഫിക് SI PV സുഭാഷ് വിഷയം അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ A. സന്തോഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 1,90,00,000 ആര് കൊടുക്കാൻ വെച്ചു? വാഹന ഉടമസ്ഥ കൊടുക്കാൻ വെച്ചു. കാരണം ഓടിച്ച ആൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. മനസ്സിലായോ? നിങ്ങൾ അതേ പ്രായത്തിലുള്ള ആൾക്ക് കേട്ടോ. വാഹനാപകടത്തിൽ പരിക്കുപറ്റി മരണപ്പെട്ട ഒരു ഡോക്ടർ 1.9 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്തെ കോടതി വിധിക്കുകയുണ്ടായി. ആ വിധിയിൽ നിന്ന് ചില സാമൂഹ്യ സന്ദേശങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ചുനങ്ങാട് AVM ഹൈസ്കൂൾ, മയിലുംപുറം ഇസ്ലാമിക് സെൻട്രൽ സ്കൂൾ, സ്വാമി വിവേകാനന്ദ ട്രെയിനിംഗ് കോളേജ് തുടങ്ങിയ വിദ്യാലയങ്ങളിൽ നിന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമാർ, സ്കൗട്ട്, അധ്യാപകർ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, ഓട്ടോ ടാക്സി യൂണിയൻ പ്രതിനിധികൾ, കുടുംബശ്രീ ADS അംഗങ്ങൾ തുടങ്ങി 300ഓളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AI സീനത്ത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, ട്രാഫിക് SI വിനോദ് B. നായർ, നേർവഴി പദ്ധതി കൺവീനർ TP പ്രദീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, വോളണ്ടിയർമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ലോകോത്തര നിലവാരത്തിലെത്തിക്കാനുള്ള ശ്രദ്ധേയമായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് സഹകരണ മന്ത്രി VN വാസവൻ പാലക്കാട് ഗവൺമെന്റ് മോയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷമത്തോടെ ദുഃഖഭാരത്തോടെ നിർമ്മിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഞാൻ 3 ദിവസം വയനാടിലെ ദുരന്ത ഭൂമിയിൽ ആദ്യം മുതൽ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ രക്ഷാദൗത്യത്തിലും പങ്കെടുക്കാൻ പോയി. അവിടെ കണ്ട ഹൃദയഭേദമായ രംഗങ്ങൾ ഇനി ഒരിക്കലും കാണാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കും സമൂഹത്തിനും അധ്യാപകർക്കും ആശങ്ക വേണ്ടെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. കണ്ടും കേട്ടും രുചിച്ചും മണത്തും അറിയുന്നതിനൊപ്പം എഴുത്തും വായനയും കൂടെ ഉണ്ടാവണം. സംസ്ഥാന സർക്കാർ ഏറ്റവും അധികം പണം ചെലവഴിച്ചത് വിദ്യാഭ്യാസ മേഖലയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള തുക പോലും കേന്ദ്ര സർക്കാർ പിടിച്ചുവെച്ചത് തിരിച്ചടിയായി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്.
പ്രതിസന്ധികളെ മറന്ന് കൈകോർത്ത് മുന്നേറുന്നവരാണ് മലയാളികൾ. നൂറുകണക്കിന് കുട്ടികൾ ദുരിതാശ്വാസത്തിൽ പങ്കുചേരുന്നത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ദിശാസൂചികയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം പെൺകുട്ടികൾ പഠിക്കുന്ന മോയൻസിൻ്റെ വികസനത്തിന് സ്ഥലപരിമിതിയാണ് തടസ്സമെന്നും മന്ത്രി പറഞ്ഞു. SSLC +2 വിജയികളെ മന്ത്രി അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, കൗൺസിലർമാരായ മിനി കൃഷ്ണകുമാർ, സാബു, സ്കൂൾ പ്രിൻസിപ്പാൾ UK ലത, പ്രധാനാധ്യാപകരായ PP പ്രീജ, M. ഇന്ദു, PTA ഭാരവാഹികളായ S. ദാവൂദ്, B. ദിവ്യ, H. രമേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം ചോറോട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അഗ്രശാല നവീകരിച്ചു. നവീകരിച്ച അഗ്രശാല സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്ഷേത്രത്തിലെ അഗ്രശാല നവീകരിച്ചത്. അഗ്രശാല സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. പരിപാലിച്ച് സംരക്ഷിച്ച് കൂടുതൽ തിളക്കത്തോടുകൂടി വരും തലമുറയ്ക്ക് കൈമാറാനുള്ളത് ആ ഓർമ്മിക്കാം. നമുക്ക് മുമ്പ് കൊണ്ടുവരുന്നതല്ല, നമ്മുടെ കയ്യിൽ കിട്ടിയതിനേക്കാളും ചൈതന്യത്തോടു കൂടി എന്ത് വേണം അടുത്ത തലമുറയ്ക്ക് കൈമാറണം. കാരണം നമുക്ക് നമ്മുടെ പോയ തലമുറയിൽ നിന്ന് കിട്ടിയതാണ്. കുറുമ്പ ഭഗവതിയെ നമ്മൾ പ്രതിഷ്ഠിച്ചതല്ല. ഇവിടെ ആരാ പ്രതിഷ്ഠിച്ചത്? എത്ര കൊല്ലം മുമ്പ്? വിശ്വാസം അനുസരിച്ച് തലമുറ കൈമാറി നമ്മൾ കൈകൊണ്ട് പ്രശ്നം വെച്ചു വരുന്ന വിശ്വാസം അനുസരിച്ച് ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും ഒന്നും പടക്കം നടത്താനേ കഴിയും. പാരമ്പര്യ ട്രസ്റ്റി PM നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. C. മോഹൻദാസ്, പാരമ്പര്യ ട്രസ്റ്റി PR വിഷ്ണു, അഡ്വക്കേറ്റ് T. രവിശങ്കർ, E. ശശി, M. മോഹനൻ, PK മോഹൻദാസ്, N. സേതുമാധവൻ നായർ, E. ദേവദാസ്, P. അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ മഞ്ഞക്കാട് ഏരിയ കൺവെൻഷൻ നടന്നു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി V. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾ ഈ കെട്ടുപാടുകളിൽ നിന്നെല്ലാം മാറി സ്വതന്ത്രമായി ജീവിക്കാനും തങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കുടുംബത്തെ സംരക്ഷിക്കാനും കഴിയുന്ന വേതനത്തിന്റെ ഉടമകളാക്കി മാറ്റാൻ കഴിഞ്ഞതുകൊണ്ടാണ് 2024 റിട്ടയർ ചെയ്യുന്നൊരു ജീവനക്കാരൻ കരയാതെ ഇന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 32 കൊല്ലക്കാലം നമ്മുടെ സംഘടന. കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് T. വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി PV ആര്യ, ഏരിയ സെക്രട്ടറി MC ശങ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം P. ഗംഗാധരൻ നായർ, ബ്ലോക്ക് ട്രഷറർ MK മോഹൻദാസ്, VC ശങ്കരൻ, P. ശശികുമാർ, MV മധു, CV സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കമായി. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഞായറാഴ്ച വൈകുന്നേരമാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായത്. ഭാഗവതാചാര്യൻ ഹരിനാരായണൻ നമ്പൂതിരിയെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ C. മോഹൻദാസ് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ഓഗസ്റ്റ് 11 വരെയാണ് യജ്ഞം. ദിവസവും രാവിലെ 7 മുതൽ 8:30 വരെയും 9:15 മുതൽ പകൽ 1 മണി വരെയും പകൽ 2 മുതൽ 4 മണി വരെയും വൈകിട്ട് 4:30 മുതൽ 6:15 വരെയുമാണ് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കുക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്ത നിവാരണ പദ്ധതികൾക്കൊപ്പം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികളും നടപ്പാക്കണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. പാലക്കാട് ജില്ലയിൽ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ കണക്കെടുപ്പ് നടത്തി എത്രയും വേഗം പരിഹാര നടപടിയുണ്ടാകണമെന്ന ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. പാലക്കാട്ട് ജില്ലാതല അവലോകന യോഗം. കേരളത്തിലെ ക്ഷീരമേഖല ഗുണനിലവാരത്തിലും സേവനകാര്യത്തിലും രാജ്യത്ത് മുൻപന്തിയിലെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. ക്ഷീരോത്പാദന രംഗത്ത് കേരളത്തെ സ്വയം പര്യാപ്തമാക്കുക സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. പാലക്കാട് ജില്ലയിൽ ക്ഷീരസദനം പദ്ധതിക്ക് തുടക്കം.
ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ വെച്ച് തമിഴ്നാട് സ്വദേശിക്ക് നേരെയുണ്ടായ വധശ്രമം കൊട്ടേഷൻ എന്ന പോലീസ്. കേസിൽ 5 പേരെ കോയമ്പത്തൂരിൽ നിന്ന് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് ചിലർ പ്രതികൾക്ക് കൊട്ടേഷൻ നൽകിയത് തമിഴ്നാട് സ്വദേശി പത്മനാഭനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ജൂലൈ 11-ന്. പട്ടാമ്പി പാലം ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്ന് UDF. പ്രശ്നത്തിൽ നിന്ന് പട്ടാമ്പി MLA ഒളിച്ചോടുന്നതായി ആക്ഷേപം. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലം പരിസരത്ത് പ്രതിഷേധ സംഗമം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.